എന്താ ലീറ്റാ? നോക്കട്ടെ ഒരു മിനിറ്റ്. ആ ഉണ്ട്. പിന്നെ 100 കൂട്ടം പണിയുടെ ഞാനിപ്പോ കണ്ണട നിങ്ങളുടെ വഴി കൊണ്ടു തരാൻ. വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അവനവന്റെ മുഖത്ത് വെക്കുന്ന സാധനമല്ലേ ക്ലീറ്റോ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റൂലല്ലോ. എന്നിട്ടും നിങ്ങൾ ഇതെങ്ങനെ മറന്നുപോണ്? പിന്നെ ഒന്ന് പൊയ്ക്ക ക്ലീറ്റോ. എനിക്ക് സമയമില്ല. ഞാൻ ദേ കറി വെക്കാൻ പോവാ. ആ വാടി. ക്ലീറ്റോന് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? പിന്നെ ഞാൻ ഈ നൈറ്റ് ഇട്ടുണ്ട്. ഇനി റോട്ടിൽ കൂടി നടന്നു വാ. ക്ലീറ്റോ, ഞാനേ പെൺപുലി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാ. എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്. നിങ്ങളോട് ഈ പറമ്പിലോട്ട് പോയിട്ട് ഒരു തേങ്ങ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണല്ലോ. അപ്പൊ എനിക്ക് നാണക്കേടുണ്ടാവാൻ പാടില്ലേ? ഇല്ല, എനിക്ക് പറ്റൂല. പോ. എന്താന്നേ? ആ ശരി. ആ കണ്ണ് കാണാനില്ലെങ്കിൽ കാണണ്ട. കണ്ണട എടുക്കാൻ മറന്നുപോയേക്കണ്ടി. ആ ഫസ്റ്റ് ആകെ കയ്യിലുള്ളത് ആ സാധനം മാത്രം. എന്നിട്ട് അതും മറന്നുപോയി. അതാ പറഞ്ഞു എനിക്ക് കണ്ണു കാണാൻ പറ്റില്ലാന്ന്. വന്ന് മേടിക്കട്ടെ. ഇതിപ്പോ എങ്ങോട്ട് കൊണ്ട് കൊടുക്കാനാ പറഞ്ഞത്? വഴിയിലോട്ട് കൊണ്ടു കൊടുക്കാനാ. അങ്ങോട്ടൊന്നും കൊണ്ട് കൊടുത്തോടെ. പിന്നെ ഞാൻ ഈ നൈറ്റ് ഇട്ടുണ്ട് പോവല്ലേ. ഇതെന്തൊന്നും ഉണ്ടാക്കിയില്ലേ? അരിപ്പൊടി ഉണ്ടായി. ഞാൻ കോഴിക്കോട്ടെ ഉണ്ടാക്കി. നീ എന്തുണ്ടാക്കി? ചപ്പാത്തി. ഞാനും അമ്മയും കഴിച്ചു. ചേട്ടനുള്ളതോടെ വെച്ചിട്ടുണ്ട്. 2 അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോകും. എനിക്ക് ചോദിച്ചില്ലല്ലോ. ചോദിക്കണോ ഇതൊക്കെ? അധികം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തന്നെ തിന്ന് തീർക്കണം. ഇതിപ്പോ ഏട്ടനുള്ള ഇരിപ്പുണ്ട്. വേണം. അവന് എഴുന്നേറ്റില്ല ഇതുവരെ. നേരം എന്തോരായി? ഇനി വന്നിട്ട് വേണ്ട എഴുന്നേക്കാൻ. ഇന്നലെ രാത്രി വന്നില്ലേ? വന്ന് അപ്പൊ തന്നെ പോയി. എവിടെയെങ്ങാണ്ട് ആളൊഴിഞ്ഞൊരു വീട്ടില് കള്ളം കയറിയെന്ന്. ആ വീട്ടിൽ തന്നെ അല്ല, അവിടെ നിന്ന് 2-3 വീട്ടിൽ അടുപ്പിച്ച് കയറി. അപ്പൊ ആ കയറിയ ഓമാരെ പറ്റിയിട്ട് എന്തോ വിവരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ പുരുഷോത്തമൻ സാറ് വിളിച്ച് അപ്പൊ തന്നെ പോയി. ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ല. വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ ചേച്ചി? സാമ്പാർ വെക്കാൻ. വേറെ കഷ്ണമൊന്നുമില്ല. 2 ഉള്ളിയും കൂടി ഇട്ട് വെക്കാം. ഉള്ളി സാമ്പാർ പോലെ. ഓമാരെ എങ്ങനെ കൈ കിട്ടും? നല്ല ഇട്ടി കൊടുക്കണം അല്ലേ ചേച്ചി? നല്ല ഇട്ടി വെച്ച് കൊടുക്കണം. പണി ഇടിയിറച്ചിയാ? കള്ളന്മാര് ഇടിക്കണ കാര്യം പറഞ്ഞത്. അതിനൊരു ഇടിയിറച്ചി. ചേച്ചൻ അതല്ലേ ഉള്ളു ചിന്ത? വേറെ വല്ല ചിന്തയുണ്ടോ? കനമച്ചമ്മയോടെ പോയെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്. കള്ളന്മാരെ പിടിക്കാൻ. കള്ളന്മാരെ പിടിക്കാനോ? മറ്റല്ല, അവന്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. 2 വീട്ടിൽ കള്ളന്മാര് കയറിയെന്ന്. അത് തന്നെ. അവന്മാരെ പറ്റിട്ട് എന്ത് വിവരം കിട്ടിയെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി പോയതാ. ഇതുവരെ വന്നിട്ടില്ല. കഴിക്കാൻ വല്ല വേണോ? കഴിക്കാൻ വേണം. എന്തിവിടെ കഴിക്കാണ്ടാക്കിയ? ഇവിടെ കോഴിക്കോട്ടെ ഇരിപ്പുണ്ട്. അവിടെ ചപ്പാത്തി. എന്നും ഈ ചപ്പാത്തി ഉണ്ടായത്. വല്ലപ്പോഴും നിങ്ങൾക്ക് ഭൂരി ഉണ്ടാക്കിക്കൂടെ? നല്ല പോറ്റി ഹോട്ടലിൽ കിട്ടുന്ന ബൾബ് പോലെ വീർത്ത ഭൂരി. നിർത്ത്. ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏട്ടൻ പ്രത്യേകം പറഞ്ഞ് ഇതാ ഫ്രണ്ടിലത്തെ ബൾബ് പോയിട്ടുണ്ട്, ഫ്യൂസ് ആയിട്ടുണ്ട്. അച്ചാച്ചനോട് പറഞ്ഞിട്ട് ഒരു ബൾബ് വാങ്ങിച്ച് അവിടെ ഇടാൻ പറഞ്ഞു. കത്തണില്ലേ? അത് ഞാൻ മേടിച്ചോണ്ട് തരാം. പൈസ ഇപ്പൊ കഴിച്ചിട്ട് പോകും. കഴിച്ചിട്ട് വേണ്ട, ഇപ്പൊ വാങ്ങിച്ചതാ. എനിക്കാണെ പോണം. എന്റെ പൊന്നു സുഹൃത്തെ, കഴിക്കാതെ മേളി വരെ നടന്നു വരുമ്പോ ക്ഷീണം ഉണ്ടാവും, തലകറക്കം മറിയും. നീ എവിടെ പോണു? ഡാൻസ് ക്ലാസ് ഉണ്ട് ചേച്ചി. ഞാൻ പൈസ എടുത്ത് അവിടെ. അല്ല, അപ്പൊ നിനക്ക് മേടിച്ചാ പോരെ? ഞാൻ വരുമ്പോഴത്തേക്ക് താമസിക്കത്തില്ല. ഏട്ടൻ എന്നോട് പറഞ്ഞാൽ പ്രത്യേകം ചെയ്യിക്കണമെന്ന് പറയും. ഇനിയിപ്പൊ ചെയ്യിച്ചില്ലെങ്കിൽ എന്റെ കിട്ടുമോ? തന്നെ വരണം. കറക്റ്റ് പൈസ എണ്ണി വെക്കല്ലേ? അത്രേ ഉള്ളു. എടുത്തോളൂടാ. കോഴിക്കോട് അവള് പൈസ. നീ വേഗം കഴിച്ചിട്ട് പോവാൻ നോക്ക്. അവിടെ ഇഡ്ഡലി പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. എടുക്ക്. ആവശ്യം പോലെ എടുക്ക്.